കുറച്ച് നാളുകൾക്ക് മുമ്പ് മാതാവിനെ കുറിച്ച് ക്ലാസ് എടുക്കാനായിട്ട് വന്ന ഒരച്ഛൻ ക്ലാസ്സിനിടയിൽ വൈദികരോട് പെരുമാറേണ്ട ഒരു രീതിയെപ്പറ്റി അച്ഛൻ്റെ ഒരു അനുഭവം കാഷ്വലായിട്ട് ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ ഷെയർ ചെയ്തിരുന്നു. അച്ഛനൊരു കോളേജിൻ്റെ ഒരു സ്കൂളിൻ്റെയോ മറ്റു ചുമതലയുള്ള ഒരു അച്ഛനാണ്. അപ്പോൾ ഒരിക്കൽ ഒരു സെയിം കോഴ്സ് എടുക്കാനായിട്ട് അച്ഛനെ സമീപിച്ച് 2 കുട്ടികൾ അച്ഛൻ്റെ റെക്കമെൻഡേഷൻ ചോദിച്ചു വന്നിരുന്നു. അതിൽ ഒരു കുട്ടി എന്ന് പറയുന്നത് അച്ഛൻ്റെ കുടുംബത്തിൽപ്പെട്ട ഏറ്റവും ക്ലോസ് റിലേറ്റീവ് ആയിട്ടുള്ളൊരു കുട്ടിയാണ്. മറ്റേ കുട്ടി എന്ന് പറയുന്നത് വേറെ ഏതോ ഇടവകയിൽപ്പെട്ട അച്ഛന് അപരിചിതമായിട്ടുള്ള അച്ഛൻ അറിയാത്ത ഏതോ ഒരു കുട്ടിയാണ്. അത് കഴിഞ്ഞിട്ട് അച്ഛൻ ഞങ്ങളെടുത്ത് ചോദിച്ച ഒരു ചോദ്യമാണ് എന്നെ വല്ലാതെ പിടിച്ച് ചിന്തിപ്പിച്ച് അല്ലെങ്കിൽ കുലുക്കി കളഞ്ഞത്. അതായത് ആ ചോദ്യം ഇപ്രകാരമായിരുന്നു. അപ്രോക്സിമേറ്റ് കുറച്ച് നാളുകൾക്ക് മുമ്പാണ്. അതായത് ഞാൻ ഇതിൽ ഏത് കുട്ടിക്കാണ് അഡ്മിഷൻ കൊടുക്കേണ്ടത്? എൻ്റെ ബന്ധത്തിൽപ്പെട്ട എൻ്റെ ക്ലോസ് റിലേറ്റീവ് ആയിട്ടുള്ള ഈ കുട്ടി എന്നെ വിളിക്കുന്നത് അങ്കിളെ എന്നാണ്. എന്നാൽ എനിക്ക് അപരിചിതമായിട്ടുള്ള എന്നെ അറിയാത്ത കുട്ടി വിളിക്കുന്നത് അച്ഛ എന്നാണ്, ആബ എന്നാണ്, ഫാദർ എന്നാണ്. അച്ഛനിതിൽ കൂടുതലായിട്ട് പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. ഈ ഒരു കാര്യത്തിനെ പറ്റി ഞാൻ പ്രത്യേകം ചിന്തിച്ചപ്പോൾ ഈശോ പ്രത്യേകം പറഞ്ഞു തന്ന അല്ലെങ്കിൽ പറയാനായിട്ട് പ്രേരണ തന്നൊരു കാര്യം നിങ്ങളെടുത്ത് പറയാനായിട്ടായിരുന്നു. അതായത് ഈ കാലഘട്ടത്തിലും നമ്മൾ വൈദികരോടാണെങ്കിലും സമർപ്പിതരോടാണെങ്കിലും എല്ലാവരും അല്ലെങ്കിലും കുറച്ച് പേര് അല്ലെങ്കിൽ എല്ലായ്പ്പോഴെല്ലാമെങ്കിലും ചില സമയങ്ങളിലെല്ലാം നമ്മൾ പെരുമാറുമ്പോൾ ഒരു ബഹുമാനക്കുറവ്, ഒരു ആദരവിൻ്റെ കുറവ് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്, നിങ്ങൾക്കും തോന്നാറുണ്ടാവാം. അതായത് ഇപ്പോൾ അച്ഛന്മാർ അല്ലെങ്കിൽ സിസ്റ്റേഴ്സിനെ കയറി എടാ, എടി, മോനെ, മോളെ, അല്ലെങ്കിൽ പുള്ളിക്കാരൻ, പുള്ളിക്കാരി എന്നെല്ലാം വിളിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ സ്നേഹം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു അടുപ്പം കൊണ്ടായിരിക്കാം, ചിലപ്പോൾ അറിവില്ലായ്മ കൊണ്ടായിരിക്കാം, ഇനി ചിലപ്പോൾ ദേഷ്യം കൊണ്ടൊക്കെ ആയിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും അതിലൊരു ബഹുമാനക്കുറവ്, ഒരു ആദരക്കുറവ് ഉണ്ട്. കാരണം യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 27-ാം വാക്യം ഇപ്രകാരമാണ് വചനം പറയുന്നത്. യോഹന്നാൻ പ്രതിവചിച്ചു, സ്വർഗത്തിൽ നിന്ന് നൽകപ്പെടുന്നില്ലെങ്കിൽ ആർക്കും ഒന്നും സ്വീകരിക്കാൻ സാധിക്കുകയില്ല. ഈ സമർപ്പിത ജീവിതത്തിലേക്കുള്ള വിളി അല്ലെങ്കിൽ പൗരോഹിത്യത്തിലേക്കുള്ള വിളി എന്നെല്ലാം പറയുന്നത് സ്വർഗത്തിൽ നിന്ന് ഈശോ പ്രത്യേകം തരുന്ന ഒരു വിളിയാണ്, ഒരു തെരഞ്ഞെടുപ്പാണ്. കുടുംബജീവിതത്തിലേക്കുള്ളതും ഒരു ദൈവവിളി തന്നെയാണ്, ഏകസ്ഥ ജീവിതം എല്ലാം ഒരു ദൈവവിളി തന്നെയാണ്. പക്ഷേ പൗരോഹിത്യ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ സമർപ്പിത ജീവിതത്തിലേക്ക് എന്ന് പറയുമ്പോൾ പ്രത്യേകം വ്രതങ്ങൾ എടുക്കുന്നു, ഈശോയെ അതിൻ്റെ പൂർണ്ണതയിൽ അനുഗമിക്കുകയാണ്. അതാണ് ഈ ഹെബ്രായ ലേഖനം 5-ാം അധ്യായം 4-ാം വാക്യത്തിൽ പ്രകാരം വചനം പറയുന്നത്. അഹറോനെ പോലെ ദൈവത്താൽ വിളിക്കപ്പെടുകയല്ലാതെ ആരും സ്വയം ഈ ബഹുമതി ഏറ്റെടുക്കുകയില്ല. അപ്പോൾ ദൈവത്താൽ വിളിക്കപ്പെടാതെ ഈ ഒരു ബഹുമതിയിലേക്ക് പ്രവേശിക്കാനായിട്ട് ആർക്കും സാധിക്കില്ല. അപ്പോൾ അതിൻ്റേതായ ഒരു പ്രാധാന്യം നമ്മൾ വൈദികർക്കും സമർപ്പിതർക്കെല്ലാം കൊടുക്കണം. അതാണ് ഈ റോമാലേഖനം 13-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യത്തിൽ വചനം പറയുന്നത്. ഓരോരുത്തർക്കും അവകാശപ്പെട്ടിരിക്കുന്നത് കൊടുക്കുവിൻ. നികുതി അവകാശപ്പെട്ടവന് നികുതി, ചുങ്കം അവകാശപ്പെട്ടവന് ചുങ്കം, ആദരം അർഹിക്കുന്നവൻ ആദരം, ബഹുമാനം നൽകേണ്ടവന് ബഹുമാനം. ഇപ്പം നമ്മൾ അച്ഛന്മാരെ ആണെങ്കിൽ അച്ഛ, അല്ലെങ്കിൽ സിസ്റ്റേഴ്സിനാണെങ്കിൽ സിസ്റ്ററെ, മദറിനെ ആണെങ്കിൽ മദറെ, അല്ലെങ്കിൽ പിതാക്കന്മാരെ ആണെങ്കിൽ പിതാവെ എന്നെല്ലാം വിളിക്കുന്നത് തന്നെയാണ് നമുക്ക് അനുഗ്രഹത്തിന് കാരണമാവുകയുള്ളൂ. ഇപ്പോൾ എന്താ പറയുക, സ്വന്തക്കാരാണെങ്കിലും ബന്ധുക്കളാണെങ്കിലും ശത്രുക്കളാണെങ്കിലും മിത്രങ്ങളാണെങ്കിലും ബാച്ചുകാരാണെങ്കിലും ഒരേ പ്രായക്കാരാണെങ്കിലും ഇനി അച്ഛന്മാർ തമ്മിലാണെങ്കിലും സിസ്റ്റേഴ്സ് തമ്മിലെല്ലാം ആണെങ്കിലും ഈ ഒരു ബഹുമാനത്തോടു കൂടി തന്നെ പരസ്പരം വിളിക്കുന്നതും ആദരിക്കുന്നതും സ്നേഹിക്കുന്നതും തന്നെയാണ് പരസ്പരം ആ ഒരു ദൈവകൃപയിൽ ആത്മീയതയിൽ വളർന്നു വരാനായിട്ട് നമ്മളെ സഹായിക്കുകയുള്ളൂ. അതാണ് ഈ റോമാലേഖനം 12-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യത്തിൽ വചനം പറയുന്നത്. നിങ്ങൾ അന്യോന്യം സഹോദരതുല്യം സ്നേഹിക്കുവിൻ, പരസ്പരം ബഹുമാനിക്കുന്നതിൽ ഓരോരുത്തരും മുന്നിട്ട് നിൽക്കുവിൻ. അപ്പോൾ ആരൊക്കെ തന്നെയാണെങ്കിലും ഏത് തരത്തിലുള്ളവർ, ഏത് പൊസിഷനിലുള്ളവരാണെങ്കിലും എല്ലാവരും ഹൈലി വേറെ ലെവലിലുള്ളവരാണെങ്കിലും തമ്മിൽ ആ ഒരു ആദരവ് നമ്മൾ ഒരു കാരണവശാലും കുറയ്ക്കരുത്. ഇപ്പോൾ അച്ഛന്മാർ അല്ലെങ്കിൽ സമർപ്പിതർ കേസിലാണെങ്കിൽ അവർ ആരുടെ ഒരു സ്വന്തമോ കുടുംബ സ്വത്തോ അല്ലെങ്കിൽ അവരുടെ ആരെങ്കിലും ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയോ ഒന്നുമല്ല. അവരുടെ ഈശോയുടേത് മാത്രമാണ്, സഭയുടേതാണ്, മുഴുവൻ ദൈവജനത്തിൻ്റേതാണ്. അപ്പോൾ ഈശോയ്ക്കുള്ളതെല്ലാം അവരുടേതാണ്. അതാണ് ഈ മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 29-30 തിരുവചനങ്ങളെല്ലാം പറയുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിച്ച് വായിച്ചു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് മനസ്സിലാവും. അതായത് 29-ാം വാക്യത്തിൽ പറയുന്നത്, മാതാവിനെ, പിതാവിനെ, വയലിനെ, വീടിനെ എല്ലാം നിങ്ങൾ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ, അതായത് ഈശോയ്ക്ക് വേണ്ടി സ്വന്തമായതെല്ലാം ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ പിന്നീട് സ്വർഗരാജ്യത്തിൽ ലഭിക്കാൻ പോകുന്ന അനുഗ്രഹത്തിനെ പറ്റി പറയുന്നതോടൊപ്പം പ്രത്യേകം പറയുന്നതാണ് മാതാക്കളും പിതാക്കളും വയലുകളും വീടുകളും അതെല്ലാം ഈ സ്വന്തമായിട്ടുള്ളതെല്ലാം കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ലോകം മുഴുവനിലുള്ളത്, അതായത് ഈശോയ്ക്ക് സ്വന്തമായിട്ടുള്ളതെല്ലാം സഭയുടേതെല്ലാം എല്ലാവരും നമ്മുടെ അപ്പന്മാരാവാണ്, നമ്മുടെ അമ്മമാരാവാണ്. അതെല്ലാം ശരിയാണ്. വൈദികരെയും സമർപ്പിതരെയും എല്ലാം വെച്ച് നോക്കുമ്പോൾ ലോകം മുഴുവനിലുള്ളവർ അല്ലെങ്കിൽ ഈശോയ്ക്ക് സ്വന്തമായിട്ടുള്ളവരെല്ലാം അവരുടെയും സ്വന്തമാണ്. പക്ഷേ നമ്മൾ ആ ഒരു സ്വന്തം ആ ഒരു സ്നേഹം ഉണ്ട് എന്നുണ്ടെങ്കിലും ഈ ഒരു ബഹുമാനത്തിൽ, ഈ ഒരു ആദരവിൽ ഒരു കുറവും വരുത്താനായിട്ട് പാടില്ല.
ഇത് രണ്ടു കൂട്ടർക്കും നല്ലതാണ്. അതായത് വിളിക്കുന്നവർക്കും വിളി കേൾക്കുന്നവർക്കും ഈ ഒരു അവബോധം, ഞാൻ ഈശോയ്ക്ക് വേണ്ടിയുള്ളവനാണ്, ഞാൻ ക്രിസ്തുവിന് വേണ്ടിയുള്ളവനാണെന്നുള്ള ഒരു അവബോധം വർദ്ധിക്കാനും ആ ഒരു ലക്ഷ്യത്തിൽ നിന്ന്, ദൗത്യത്തിൽ നിന്ന് വ്യതിചലിക്കാതെ മുന്നോട്ട് പോകാനായിട്ട് അവർക്കും സാധിക്കും. നമുക്കും ആ ഒരു എന്താ പറയുക, ബഹുമാനത്തിൽ, ആ ഒരു സ്നേഹത്തിൻ്റെതായ ഒരു തലത്തിൽ, ബഹുമാനത്തിൽ, ആ ഒരു വളർച്ചയിൽ നമുക്ക് എന്താ പറയുക പുരോഗമിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ വല്ലാതെ അങ്ങോട്ട് എന്താ പറയുക ഒരു തരം താഴ്ന്ന രീതിയിലേക്ക് പോകരുത്. പക്ഷേ ആ ഒരു സ്നേഹത്തോടു കൂടി തന്നെ ബഹുമാനിച്ച് മുന്നോട്ട് പോകാനായിട്ടുള്ള കൃപ ഈശോ തരും കൂടുതലായിട്ട്. അവിടെ ഒരു എളിമേറെ തലം കൂടി ഉണ്ട്. എളിമയുണ്ടെങ്കിലേ നമുക്ക് ആ ഒരു എന്താ പറയുക ബഹുമാനം കൊടുക്കാനായിട്ടും സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ഉള്ളിലെ, അല്ലെങ്കിൽ എൻ്റെ ഉള്ളിലെ ഒരു എളിമേറെ കുറവായിരിക്കാം. എനിക്ക് പലപ്പോഴും അങ്ങനെ ഇപ്പോൾ നല്ല ഓപ്പണായിട്ട് ഫ്രീ ആയിട്ടുള്ള അച്ഛന്മാർ അല്ലെങ്കിൽ സിസ്റ്റേഴ്സൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഒരു പരിധിക്ക് മേലെ ആ ഒരു ബഹുമാനക്കുറവോട് കൂടി ചിലപ്പോൾ സ്നേഹിച്ച് പോവാം. അപ്പോൾ നമ്മളതൊന്ന് ശ്രദ്ധിക്കുന്നത് കൂടുതൽ നല്ലതായിരിക്കും. ഇപ്പോൾ ഈ മഗ്ദലേന മറിയത്തിനെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ്. ഈശോയോട് അത്രമാത്രം സ്നേഹവും ബന്ധവും അടുപ്പൊക്കെ ഉണ്ടായിരുന്നതാണ്. ആ ഒരു അടുപ്പത്തിൽ നിന്ന് തന്നെയാണ് അതിരാവിലെ എഴുന്നേറ്റ് ഈശോയുടെ ശരീരം എടുക്കാനായിട്ട് കല്ലറങ്കയിലേക്ക് ആരെയും കൂട്ടാതെ തനിച്ചോടിപ്പോയത്. ഈ മഗ്ദലേന മറിയം തന്നെ ഈശോയുടെ സ്വരം ശ്രവിക്കുമ്പോൾ തിരിച്ച് റിപ്ലൈ ആയിട്ട് എടാ ഈശോയെ എന്നല്ല പറയുന്നത്, റബ്ബൂനി, ഗുരു എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ പലർക്കുള്ളൊരു തെറ്റിദ്ധാരണയാണ് ബഹുമാനം കൂടുമ്പോൾ സ്നേഹം കുറഞ്ഞു പോകുമെന്ന്. ഒരിക്കലുമില്ല. സ്നേഹം ഉണ്ടെങ്കിലേ നമുക്ക് ബഹുമാനിക്കാനായിട്ട് പറ്റുള്ളൂ. എന്തുമാത്രം നമ്മളൊരു വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ടോ അത്രമാത്രം നമുക്ക് ആ വ്യക്തിയോട് ഉള്ളൊരു ബഹുമാനം കൂടി വരും. അത് ഈ കമ്മ്യൂണിറ്റി ലൈഫിലാണെങ്കിലും അല്ലെങ്കിൽ കുടുംബജീവിതത്തിലാണെങ്കിലും എല്ലാം സ്നേഹം വർദ്ധിക്കുന്നതിനനുസരിച്ച് ബഹുമാനം കൂടി വരും. ബഹുമാനം കുറയുന്നതിൻ്റെ കാരണം സ്നേഹം കുറയുന്നത് എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ നമ്മളങ്ങനെ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ഈശോയാണ്. ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് ഈശോയാണ്. അല്ലാതെ അങ്ങനെ തന്നെ ആണെന്ന് വിചാരിക്കുന്നു, അല്ലെങ്കിൽ അതങ്ങനെ തന്നെ ആക്കുക. അപ്പോൾ നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഈശോയാണ്. അത് വിചാരിച്ചിട്ട് നമ്മൾ കുർബാനയ്ക്ക് കസാരയിലിരുന്ന് കയ്യും കെട്ടി അല്ലെങ്കിൽ കാലും കയറ്റി വെച്ചിട്ട് ഇരിക്കുന്നുണ്ടോ? ഇല്ല. നമ്മൾ പള്ളിക്ക് പോകുമ്പോൾ ആചാരം ചെയ്യുന്നു, കുരിശ് വരയ്ക്കുന്നു, മുട്ടുകുത്തുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈശോയോടുള്ളൊരു സ്നേഹം കൊണ്ട് തന്നെയാണ് ഈ ഒരു ബഹുമാനവും കയറി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്നേഹത്തിൽ നിന്ന് തന്നെയാണ് ബഹുമാനം വരുന്നതെന്ന് മനസ്സിലാക്കി നമുക്ക് കൂടുതൽ ആ ഒരു എന്താ പറയുക ശ്രദ്ധാപൂർവം വൈദികരോടും സമർപ്പിതരോടെല്ലാം ആ ഒരു സ്നേഹത്തിൽ, ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി കൂടുതൽ സ്നേഹത്തിൽ, ബഹുമാനത്തിൽ വർദ്ധിച്ചു വരാനായിട്ടുള്ള ഒരു കൃപയ്ക്കായിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇത് വൈദികരെയും സമർപ്പിതരുടെയും കേസിൽ മാത്രമല്ല, നമ്മുടെ മേലധികാരികൾ ആരാണെങ്കിലും, ഇപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ജോലി സ്ഥലത്താണെങ്കിലും നമ്മുടെ കുടുംബത്തിലാണെങ്കിൽ നമുക്ക് മുതിർന്നവരെ, നമ്മുടെ അധികാരികളെ എല്ലാവരും ആദരവോടും ബഹുമാനത്തോടും കൂടി എന്നാൽ സ്നേഹത്തിൽ റെസ്പെക്റ്റ് ചെയ്ത് പോകാൻ തന്നെയാണ് ഈശോയും ആഗ്രഹിക്കുന്നത്. പിന്നെ എൻ്റെ കേസിൽ നോക്കിയാൽ എനിക്കിതെല്ലാം കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് ഇത് പറയുന്നതെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അതായത് എനിക്ക് എന്താ പറയുക ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത് ഇപ്പം എൻ്റെ മോനെ അല്ലെങ്കിൽ എന്താ പറയുക ഒരു അനിയനായിട്ട് കാണുന്നത് അല്ലെങ്കിൽ എൻ്റെ പേര് വിളിക്കുന്നതൊക്കെ തന്നെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. പക്ഷേ വചനത്തിൻ്റെ ബേസിൽ ഈശോയുടെ ഇഷ്ടമാണ് എൻ്റെ ഇഷ്ടം. അതിനാൽ എനിക്ക് ഇതിനേക്കാൾ ഇഷ്ടമാണ് ഈശോ പറയുന്നത് പോലെ എന്നെ വിളിക്കാനായിട്ട്. ഇപ്പോൾ എൻ്റെ കേസിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെയാണ് വിളിച്ചതെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഞാൻ ആരുടെ അടുത്താണെങ്കിലും ഞാൻ റെസ്പോണ്ട് ചെയ്തിരിക്കും. എനിക്ക് എൻ്റെ മാതിരി വിളിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇപ്പോൾ എന്താ പറയുക കോളേജിൽ പഠിച്ചിരുന്ന സമയത്താണെങ്കിലും അറിയാവുന്ന അല്ലെങ്കിൽ സംസാരിച്ചിരുന്ന ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ അവൾ എൻ്റെ അടുത്ത് ഒരു ദിവസം സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ പറയാണ്, ഫെർണാണ്ടോ ഒരു ബ്രദറായി പോയി, അല്ലെങ്കിൽ ഞാൻ പണ്ടേ എന്ന് പറഞ്ഞ് അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്നേഹത്തിൻ്റെ തലയുണ്ട്, ശരിയാണ്. പക്ഷേ എന്താ പറയുക എനിക്കതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ദേഷ്യമോ അല്ലെങ്കിൽ ഒരു വിരോധമോ അല്ലെങ്കിൽ എന്നെ ബഹുമാനിച്ചില്ലല്ലോ അല്ലെങ്കിൽ ഇങ്ങനെയാണോ എന്നെല്ലാം ചിന്തിക്കാൻ വരുന്നു. പക്ഷേ ഓക്കെ, കുഴപ്പമില്ല, സ്നേഹം കൊണ്ടാണ്, ശരിയാണ്. ഇപ്പോൾ കഴിഞ്ഞ മാസമാണെങ്കിലും ഞാൻ ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് കൂടെ ഒരു ബ്രദർ ഉണ്ടായിരുന്നു, സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു ആൻറ്റി ഇങ്ങനെ എൻ്റെ കാലുമിക്ക് നോക്കിയിട്ട് കൊച്ചെ ചെരുപ്പ് മാറ്റാൻ മറന്നുപോയതാണോ നോക്കിയിട്ട് ഇങ്ങനെ ചിരിച്ചു. അപ്പോൾ ഇത് കണ്ടിട്ട് ബാക്കി ബസ്സിലുണ്ടായിരുന്ന ഒരു കണ്ടക്ടർ അടക്കം എൻ്റെ കാലുമിക്ക് നോക്കിയിട്ട് ചിരിച്ചു. അപ്പോൾ ഞാനും നോക്കി, ശരിയാണ്, അറിയാതെ എങ്ങനെ ആരെങ്കിലും കാലുമ ഒന്ന് കോറിക്കഴിഞ്ഞാൽ ചോര വരാൻ പാകത്തിന് ബ്ലേഡായിട്ടുണ്ട്. അപ്പോൾ അത് പക്ഷേ എനിക്കത് വിഷയമുള്ള കാര്യമല്ല. എന്നെ ബഹുമാനിച്ചില്ല, ഓക്കെ, കുഴപ്പമില്ല. ഞാനിത് ഈശോയ്ക്ക് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന ആ ഒരു ദാരിദ്ര്യ വ്രതം അതിൻ്റെ പൂർണ്ണതയിൽ കീപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ ചെയ്യുന്നതാണ്. പക്ഷേ ഇനി എന്നെ കാണുമ്പോൾ എന്നെ കാലിലേക്ക് ആരും നോക്കണ്ട, ആ ചെരുപ്പ് പൊട്ടിപ്പോയി, ഞാൻ മാറ്റി വേറെ ചെരുപ്പ് വാങ്ങി. അപ്പോൾ ഇതൊന്നും വിഷയമുള്ള കാര്യമല്ല, സ്നേഹം കൊണ്ട് പറയുന്നതാണ്, എനിക്കും വിഷയമില്ല. പക്ഷേ ഈശോയോടുള്ളൊരു സ്നേഹത്തെ പ്രതി നമ്മൾ എന്താ പറയുക പരസ്പരം സ്നേഹിക്കാനും കടപ്പെട്ടിരിക്കുന്നു. ആ ഒരു സ്നേഹത്തിൽ നിന്നുകൊണ്ട് എന്താ പറയുക ആ ഒരു കൂടുതൽ ബഹുമാനത്തിലും പോകുന്നതാണ് നമുക്കും ദൈവികതയിൽ, ആത്മീയതയിൽ, പ്രാർത്ഥനയിലെല്ലാം ഈശോയോടുള്ള സ്നേഹത്തിലും സഹോദര സ്നേഹത്തിലെല്ലാം വർദ്ധിച്ചു വരാനായിട്ട് നമ്മൾ കൂടുതൽ സഹായിക്കുള്ളൂ, ഉപകരിക്കുള്ളൂ, നമുക്കും അതൊരു അനുഗ്രഹമായിട്ട് തീരുള്ളൂ. അപ്പോൾ അധികാരികൾ നല്ലവരായിരിക്കാം അല്ലെങ്കിൽ തിന്മ ചെയ്യുന്നവരായിരിക്കാം, അതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. കാരണം ഈശോയും എന്താ പറയുക മാതാപിതാക്കൾക്ക്, അധികാരികൾക്കെല്ലാം വിധേയപ്പെട്ട് തന്നെയാണ് ജീവിച്ചിരുന്നത്. എല്ലാവർക്കും കുറവുകളുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അപ്പസ്തോല പ്രവർത്തനം 23 അധ്യായം 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. അതിലെ പ്രധാന പുരോഹിതൻ്റെ ആ ഒരു തെറ്റായ സ്വഭാവം കണ്ട് പൗലോസ് ശ്ലീഹ ശാസിച്ചുകൊണ്ട് പറയാണ്, വെള്ള പൂശിയ മതിലെ കർത്താവ് നിന്നെ പ്രഹരിക്കാനിരിക്കുന്നു.
പക്ഷേ ഇത് കേട്ടിട്ട് കൂടെ നിന്ന ആൾ പറഞ്ഞു അത് പ്രധാന പുരോഹിതനാണെന്ന് പറഞ്ഞപ്പോൾ പൗലോസ്ലീഹ തിരിച്ച് ക്ഷമായാചനം നടത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഇത്രയേ ഉള്ളൂ. ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി അധികാരികളാണെങ്കിലും വൈദികരാണെങ്കിലും സമർപ്പിതരോടാണെങ്കിലും എല്ലാം നമ്മൾ ബഹുമാനിക്കാൻ കടപ്പെട്ടിരിക്കുന്നവരോടെല്ലാം നല്ല സ്നേഹത്തിൽ എന്നാൽ ബഹുമാനിച്ച് നമ്മൾ കൊടുക്കേണ്ടത് കൊടുക്കാം. ബാക്കി കർത്താവ് കൊടുത്തോളും. ഈശോ അനുഗ്രഹിക്കട്ടെ.